നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും വിജയിക്കൂല. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് കേട്ടത്, നമ്മുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഒരാൾ പറഞ്ഞാണ്, ബേസിക്കലി അവർ ബിസിനസ്സൊക്കെ പഠിച്ച് ബിസിനസ് ചെയ്ത് വന്ന ആളുകളാണ്. പക്ഷേ ഈ ഫൗണ്ടർ സെൻട്രാലിറ്റി എന്ന് വെച്ചാൽ ഫൗണ്ടർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഓപ്പറേഷനിലില്ലെങ്കിൽ ബിസിനസ് തകരുമെന്നൊരു കാഴ്ചപ്പാടാണ് ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ട്രാപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു സിമ്പിൾ ലാമൻ എക്സാമ്പിൾ എടുക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഒരു വലിയ ഹോസ്പിറ്റലാണ്, അവിടെ ഒരു സർജൻ ഉണ്ട്. ആ സർജൻ മരണപ്പെട്ടു എന്ന് കരുതുക. അടുത്ത ദിവസം പുതിയ ആൾ വരും, ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകും. നേരെ മറിച്ച് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു ക്ലിനിക്ക്, ആ ക്ലിനിക്കിൽ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇന്ന് മരണപ്പെട്ടാൽ പക്ഷെ അതോടുകൂടി ആ ക്ലിനിക്ക് തന്നെ ഇല്ലാതെയാവും. ഏതാ യഥാർത്ഥത്തിൽ നല്ലത്? ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ക്ലിനിക്കാണോ? ഇനി വളരെ വലിയൊരു ഉദാഹരണമാണ്, സ്റ്റീവ് ജോബ്സ് ഒരു സമയത്ത് അദ്ദേഹത്തിന് ആപ്പിളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഞാൻ ആപ്പിൾ കമ്പനിയിലേക്ക് പുറത്താക്കിയ സമയത്ത് ജോബ്സ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടതിന് ശേഷമാണ് പിന്നീട് ജോബ്സ് തിരിച്ചു വരുന്നത്. അതിനുശേഷം ജോബ്സ് മരണപ്പെട്ടാൽ പോലും ആ കമ്പനിക്ക് ഒരു പ്രയാസവും പറ്റാത്ത രൂപത്തിലുള്ളൊരു സിസ്റ്റവും സ്ട്രക്ചറും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വലിയ ലീഡേഴ്സ് അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഫൗണ്ടർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഓപ്പറേഷൻ ഇല്ലെങ്കിലും ആ ബിസിനസ് പോകാവുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാനില്ലെങ്കിൽ ബിസിനസ് നടക്കൂല എന്നുള്ളതാണ് ഒരു ബിസിനസ്മാന് വരുന്ന ഏറ്റവും വലിയ ട്രാപ്പ്. കാരണം ബിസിനസ്സിന് 4 സ്റ്റേജുകളാണുള്ളത്. ഒന്ന് എംപ്ലോയി എന്ന് പറയും, മറ്റൊന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, മറ്റൊന്ന് ബിസിനസ്മാൻ, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുണ്ടെങ്കിൽ നടക്കുന്ന ബിസിനസ്സാണ്. ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മളില്ലെങ്കിൽ നടക്കുന്ന, ഓപ്പറേഷനിൽ നമ്മളില്ലെങ്കിൽ പോലും നടക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ ഏറ്റവും നല്ല രൂപമാണ്. നമ്മുടെ കയ്യിൽ ഒരു പൂൾ ചെയ്ത ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് വ്യത്യസ്തമായ ഏരിയകൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന രീതിയാണ്. അതാണ് യഥാർത്ഥത്തിൽ മണി മേക്കിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൽ ബിസിനസ് മാൻ എന്ന് പറയുന്നത് നമ്മളില്ലെങ്കിലും ആ ബിസിനസ് നടക്കണമെന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ നമ്മളൊരു ബെസ്റ്റ് ഒരു 10,000 കമ്പനീസ് എടുത്താൽ ആ കമ്പനീസിൻ്റെ ഒന്നും ഫൗണ്ടേഴ്സും ഡയറക്ടേഴ്സും അതിൻ്റെ ഓപ്പറേഷനിൽ ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം. നമ്മളെത്തുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളില്ലെങ്കിൽ ബിസിനസ് നടക്കില്ല എന്നാണ്. വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചുറ്റുള്ള MNCകൾ ഇവിടെ ഉണ്ട്, മഗ്ഡി പോലെയുള്ള അല്ലെങ്കിൽ KFC പോലെയുള്ള. ഇതിന് ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെയൊക്കെ ഡയറക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ എത്ര വലിയ ഒരു ചെയിൻ ഓഫ് ബിസിനസ്സാണ് ഇവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മൾ മാറിയാൽ തന്നെ മെല്ലെ ഓപ്പറേഷനിൽ നിന്ന് മാറി പിന്നീട് ഡിസിഷനിലേക്കും അത് ഡിസൈനിലേക്കൊക്കെ മാറുന്ന രൂപത്തിൽ നമുക്ക് ആയിത്തീരാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് മാറാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഫൗണ്ടർ ഡിപ്പെൻഡൻസി പിരമിഡ് എന്ന് പറയുന്ന ഒരു പിരമിഡ് ഉണ്ട്. ഈ ഒരു രൂപത്തിലാണ് ഒരു ഫൗണ്ടർക്ക് ബിസിനസ്സിൽ നിന്ന് മാറാൻ കഴിയുക. അപ്പോൾ ഈ പിരമിഡിൽ നമ്മൾ ഏത് സ്ട്രക്ചറിലാണ് എന്ന് മനസ്സിലാക്കി ഒരു പടി മുന്നിലേക്ക് കയറാൻ ശ്രമിക്കും. ഒന്നാമത്തേത് ഫൗണ്ടർ ഡസ് എവറിത്തിങ് എന്നാണ്. ഫൗണ്ടർ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഡയറക്ടർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് എല്ലാ കാര്യങ്ങളും, അതാണ് HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, എല്ലാ പരിപാടികളും. അത് കഴിഞ്ഞ് ഒരു പടി നമ്മൾ മുന്നോട്ട് കയറും. ഫൗണ്ടർ അപ്രൂവ്സ് എവറിത്തിങ്, എല്ലാത്തിനും അപ്രൂവൽ കൊടുക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാറും. ഇതും കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം എത്തിപ്പെടുന്ന രീതിയാണ് ഫൗണ്ടർ ഡിസൈഡ്സ് എവറിത്തിങ്. ഡിസിഷൻ പവറൊക്കെ ഫൗണ്ടറുടെ അടുത്തായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഡിസിഷൻസ് പെൻഡിങ് ആയിരിക്കും. അദ്ദേഹം വന്നിട്ട് ചെയ്യാം എന്ന രൂപത്തിലായിരിക്കും. ഫൗണ്ടർ ഡിസൈഡ്സ് എവറിത്തിങ്. നാലാമത്തേത് ഫൗണ്ടർ സെറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസൈൻസ് ദ സിസ്റ്റം. പിന്നീട് ആ സിസ്റ്റം ആണ് മുന്നോട്ട് കൊണ്ടുപോകുക. അദ്ദേഹം സിസ്റ്റം ഡിസൈൻ ചെയ്യും, കാര്യങ്ങൾ കൃത്യമായിട്ട് അതിന് ഇൻഫർമേഷൻസും കാര്യമായി കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യും. അതിനപ്പുറത്ത് പിന്നീട് ആ കമ്പനി മുന്നോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്, പിന്നെ ഫൗണ്ടർക്ക് എന്താ പരിപാടി, അല്ലെങ്കിൽ ഡയറക്ടർക്ക് എന്താണ് പരിപാടി എന്ന്. അദ്ദേഹം അൺനെസസറി ആയി തീരില്ല എന്ന്.
അപ്പോൾ അങ്ങനെയല്ല, അദ്ദേഹം ഫൗണ്ടർ ആവശ്യമില്ലാത്തൊരു സമയം വരുന്ന സമയത്ത്, അദ്ദേഹം ഓപ്പറേഷനിൽ നീഡില്ലാത്തൊരു സമയത്ത് അദ്ദേഹം സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യും എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റം ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ എൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് പറയാറുണ്ട്, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് സാറ് യാത്ര പോകുമ്പോഴാണ് എന്ന്. കാരണം യാത്ര പോകുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് ക്ലട്ടേർഡ് അല്ലാത്ത രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എവിടേക്കാണ് പ്രശ്നങ്ങളുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് പ്രശ്നം വരുന്നത്, ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്, അതിനെങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റൈസ് ചെയ്യാൻ കഴിയും എന്ന രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഫ്രീ ആയിട്ട് കമ്പനിനെ കുറിച്ച് ബിസിനസ്സിൽ നിന്ന് മാറി ഓൺ ദ ബിസിനസ്സിലേക്ക് വന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കമ്പനി വിജയിക്കുന്നത്. ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഫൗണ്ടറോ അല്ലെങ്കിൽ ഒരു കോർ ഡയറക്ടറോ ആണെങ്കിൽ നിങ്ങൾ ഏത് രൂപത്തിലാണ് ഈ ഒരു കമ്പനിയിലുള്ളത്, അവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഇൻഷാല്ലാ മനസ്സിലാകും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.